JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വാരഫലമാണ്. കന്നിമാസം 14-ാം തീയതി മുതൽ കന്നിമാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള, അതായത് സെപ്റ്റംബർ 24 മുതൽ 30-ാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ വാരഫലം. അത് തുലാം രാശി മുതൽ മീനൻ രാശിക്കൂറുകാർ വരെയുള്ള ചിത്തിര മുതൽ രേവതി വരെ ഉള്ള നക്ഷത്രക്കാരുടെ ആഴ്ചഫലമാണ് പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തുലാം രാശിക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ചിത്തിര 3-4 പാദങ്ങളും ചോതി വിശാഖത്തിൻ്റെ 1-2-3 പാദങ്ങളും ചേരുന്നതാണ് തുലാം രാശിക്കൂറ്. സൂര്യൻ തുലാം രാശിക്കൂറുകാർക്ക് 12-ലാണ് നിൽക്കുന്നത്. അത് അത്ര മെച്ചമുള്ള ഒരു ഭാവമല്ല. നഷ്ടസ്ഥാനമാണ് 12. ചെയ്യുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണ ഫലം ലഭിക്കുകയില്ല. എന്നാൽ 27-ാം തീയതി വരെ 6-ൽ മീനൻ രാശിയിൽ അംശകം ചെയ്യുന്നത് നല്ലതാണ്. കാരണം 3, 6, 11 ഭാവങ്ങളിൽ പാപഗ്രഹം നിൽക്കുമ്പോൾ ശുഭഫലം തരും എന്നുള്ളത് കൊണ്ട് തന്നെ 6-ാം ഭാവത്തിൽ മീനൻ രാശിയിൽ അംശകം ചെയ്ത് നിൽക്കുന്ന 27-ാം തീയതി വരെ സൂര്യൻ നല്ല ഫലം തരും. രോഗദുഃഖങ്ങൾക്ക് ശമനവും ധനലാഭവും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി സാമ്പത്തികമായ ഒരു ഉന്നതിയൊക്കെ ഉണ്ടാകും. ഈ മീനൻ രാശിയിൽ സൂര്യൻ അംശകം ചെയ്ത് നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണം. ഇനി ചൊവ്വയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭാഗ്യസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത്. 2, 7 ഭാവങ്ങളുടെ ആധിപത്യവും ചൊവ്വയ്ക്കുണ്ട്. അപ്പോൾ ധനലാഭവും വസ്തുവിൻ്റെ ലാഭവും അതുപോലെ 2-ൽ വ്യാഴദൃഷ്ടി വരുന്നത് കൊണ്ട് പല ഗുണങ്ങളും ഉണ്ടാകും. പിതൃസ്ഥാനീയരായവർക്ക് അതുപോലെ ഗുരുജനങ്ങൾക്ക് ഇവർക്കൊന്നും നല്ല സമയമല്ല. 7-ാം ഭാവാധിപൻ ചൊവ്വ ആയതിനാൽ ഭാര്യ വക ഷെയറോ സ്വത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കാനുള്ള സാധ്യത വരും. ബുധൻ 12-ാം ഭാവത്തിലായതിനാൽ വിദ്യാഭ്യാസം മൂലം മെച്ചം വരുന്ന ഒരു സാഹചര്യമല്ല. കാരണം 12-ാം ഭാവം എന്ന് പറഞ്ഞാൽ നഷ്ടസ്ഥാനമെന്ന് ഒക്കെയാണല്ലോ പറയുന്നത്. സുഹൃത്തുക്കളുമായുള്ള ബന്ധവും അത്ര മെച്ചമായിരിക്കില്ല. അവരുമായിട്ടൊക്കെ ഒരു അകൽച്ചയൊക്കെ ഉണ്ടാകും. അല്പം അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം വരാം. 9-ാം ഭാവാധിപൻ ആയതിനാൽ ഉപരിപഠനം, ജോലി എന്നിവയ്ക്കായി അന്യദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകും. തുലാം രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 9-ാം ഭാവാധിപൻ എന്ന് പറയുന്നതാണ് ബുധൻ. കാരണം മിഥുന രാശി വരും 9-ാം ഭാവം. വ്യാഴം 8-ാം ഭാവത്തിൽ അനുകൂല സ്ഥാനത്തല്ല. അംശകസ്ഥിതി വ്യാഴത്തിന് 12-ാം ഭാവമായിട്ടാണ് വരുന്നത്. ഇതും അന്യദേശവാസത്തെയൊക്കെ സൂചിപ്പിക്കും. അപ്പോൾ ഈശ്വരാധീനം ഇല്ല, അല്ലെങ്കിൽ കുറയുന്ന ഒരു ആഴ്ചയാണ് തുലാം രാശിക്കൂറുകാർക്ക് ഈ ആഴ്ച. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ഓരോ ദിവസവും ഈശ്വരവിചാരത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ശുക്രൻ സ്വക്ഷേത്രത്തിൽ ജന്മരാശിയിൽ നിൽക്കുന്നത് നല്ല ഭക്ഷണം, സുഖസൗകര്യങ്ങൾ, വിശേഷ വസ്ത്രാഭരണം, അതുപോലെ തന്നെ ഭാര്യാസുഖം, ശയനസുഖം, ആഡംബര വസ്തുക്കളുടെ ലഭ്യത, ധനലാഭം, ബഹുമതി, ഇങ്ങനെ പല ഗുണങ്ങളും ശുക്രൻ തരും. കലാപരമായ കഴിവും ശുക്രനുണ്ട്. സ്ത്രീകളെയാണ് ശുക്രൻ കൂടുതലായി സൂചിപ്പിക്കും. അപ്പോൾ പല ഗുണങ്ങളുമുള്ള ശുക്രൻ 3, 4 ഭാവങ്ങളിൽ അംശകം ചെയ്താണ് വരുന്നത്. അതും നല്ലതാണ്. അപ്പോൾ ശുക്രനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഫലം തരുന്ന ഒരാഴ്ചയാണ്. അപ്പോൾ സ്ത്രീകളുമായുള്ള സഹകരണം, സ്ത്രീ സുഖം, അതുപോലെ തന്നെ വസ്ത്രാഭരണ ലാഭം, ഇങ്ങനെ പലതും ഉണ്ടാകും. 5-ലെ ശനി, 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി 7-ൽ മേടം രാശിയിലാണ് അംശം ചെയ്യുന്നത്. മേടം രാശി എന്ന് പറയുമ്പോൾ ശനിയുടെ നീചരാശിയാണ്. അപ്പം നീചരാശിയിൽ 7-ാം ഭാവത്തിൽ അംശം ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്ന സുഖമൊന്നും ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ കാര്യം സാധിക്കില്ല. ഒരു പ്രാവശ്യം പോയാലൊന്നും കാര്യം സാധിക്കണമെന്നില്ല. അങ്ങനെയൊക്കെയുള്ള സൂചനയാണ് തരുന്നത്. പിന്നെ ശുക്രന് രാഹുവായിട്ടൊക്കെ ഒരു അംശകബന്ധം വരുന്നുണ്ട്. തുലാം രാശിയിൽ അംശം ചെയ്ത് രാഹു നിൽപ്പുണ്ട്. അപ്പോൾ ശുക്രനും രാഹുവും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം. ചിലർക്ക് അലർജി ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാകാം, വിഷസംബന്ധമായ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളാകാം, ഇങ്ങനെ പലതും വരാം. അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ തുലാം രാശിക്കാർക്ക് കുറേ ഗുണങ്ങളുമുണ്ട്, ചില ദോഷങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. നമുക്ക് വൃശ്ചികൻ രാശിയിലേക്ക് പോകുമ്പോൾ, വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോൾ വിശാഖം 4-ാം പാദം, അനിഴം, കേട്ട, ഇതാണ് വൃശ്ചികൻ രാശിക്കൂറ്. വൃശ്ചികൻ രാശിക്കൂറുകാർക്ക് 11-ലാണ് സൂര്യൻ. അപ്പോൾ സൂര്യൻ 11-ാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ 3, 6, 11 പാപഗ്രഹങ്ങൾക്കും 11-ാം ഭാവം ശുഭനായാലും പാപനായാലും ഏത് ഗ്രഹമായാലും നല്ല ഫലം നൽകുന്ന ഒരു സ്ഥാനമാണ് ഈ 11-ാം ഭാവം. ധനലാഭം, ഐശ്വര്യം, രോഗശമനം, അതുപോലെ തന്നെ സ്ഥാനലബ്ധി, സർക്കാർ തലത്തിൽ ജോലിയുള്ളവർക്ക് പ്രമോഷന്, അതുപോലെ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ സമയം, ഇങ്ങനെ പല കാര്യങ്ങളും സൂര്യനെ കൊണ്ടുള്ള ഗുണമായിട്ട് വരും. കാരണം 11-ാം ഭാവം ഇഷ്ടഭാവമാണ്. 10-ാം ഭാവാധിപനായതിനാൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കാരണം സൂര്യൻ വൈദ്യകാരകൻ എന്നുകൂടി
ഒരു പ്രയോഗമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അധ്യാപകർ, അക്കൗണ്ട് സെക്ഷനിൽ പണി ചെയ്യുന്നവർ, ഇങ്ങനെയൊക്കെയുള്ളവർക്കെല്ലാം തന്നെ നല്ല സമയമാണ്. 10ാം ഭാവാധിപനായിട്ട് സൂര്യൻ വരിക, അത് 11ാം ഭാവത്തിലേക്ക് നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ആദിത്യനെ കൊണ്ടും സർക്കാർ തലത്തിലും അല്ലാതെയും അതുപോലെ തന്നെ പിതൃജനങ്ങളെ കൊണ്ട്, അച്ഛനെ കൊണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരെ കൊണ്ടെല്ലാം തന്നെ നമുക്ക് വളരെയേറെ ഗുണം ലഭിക്കുന്ന ഒരു ആഴ്ച. അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളെയും രോഗസാധ്യതകളെയും അതുപോലെ തന്നെ അപകട സാധ്യതയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ചൊവ്വായിക്ക, തട്ട, മുട്ടാക്ഷതം, വീഴ്ച, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധൈര്യം, വീര്യം, പരാക്രമം, അതുപോലെ എതിർക്കുക, പോരാടുക, മത്സരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില സൂചനയൊക്കെയാണ് ഈ ചൊവ്വ. അപ്പോൾ അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പം അതൊരു നല്ല കാര്യമല്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ ചൊവ്വായും അഷ്ടമത്തിൽ മിഥുനൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വായും അതുപോലെ തന്നെ ചന്ദ്രനുമായിട്ടൊരു ബന്ധം വരുന്നുണ്ട്. അങ്ങനെ ഒരു ബന്ധം വരുന്നത് ഒരു നല്ല കാര്യമല്ല. കാരണം എന്ന് പറയുമ്പം ചന്ദ്രനും ചൊവ്വായും തമ്മിൽ ശശിമംഗള യോഗം ഒരു കണക്കിന് നല്ലതാണ്. പക്ഷേ അഷ്ടമഭാവത്തിൽ വരിക എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും അത് ആരോഗ്യ പ്രശ്നമായിട്ട് വരാം. അപ്പോൾ ഈ ചൂടിനെയും അതുപോലെ തന്നെ തീയെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. ചന്ദ്രനാണെങ്കിൽ ജലത്തെ സൂചിപ്പിക്കുന്നതാണ്, സ്ത്രീകളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചൂടുവെള്ളം വീഴുക, അതുപോലെ രക്തദൂഷ്യം ഉണ്ടാകുക, വ്രണമുണ്ടാകുക, മുറിവുണ്ടാകുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വേണ്ടിയാണ് ഇത് സൂചിപ്പിച്ചത്. അല്ല ഇതൊക്കെ സംഭവിക്കുന്നല്ല, സംഭവിക്കാതിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ആഴ്ച അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ബുധനും സൂര്യനും തമ്മിൽ യോഗം ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലൊരു യോഗമാണ്. തൊഴിൽപരമായി ഉയർച്ചയും പഠനവും അതുപോലെ ടെസ്റ്റൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക്, എന്തെങ്കിലുമൊക്കെ ടെസ്റ്റോ ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അതിന് അനുകൂലമായ ഒരു സമയമാണ്. 11-ലെ ബുധൻ പല വിധത്തിൽ നമുക്ക് നന്മയുണ്ടാക്കും. അത് വിദ്യാഭ്യാസം മൂലം, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കൊണ്ട്, ബന്ധുക്കളെ കൊണ്ട്, തൊഴിൽപരമായിട്ട്, ഇങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലുള്ള നല്ല ഫലങ്ങൾ ബുധൻ നൽകും എന്നുള്ളതാണ്. ഈ 11ാം ഭാവത്തിലെ ബുധൻ ആഗമസ്ഥാനമാണ്. 28-ാം തീയതി നമ്മൾ അത്ര മെച്ചമായിട്ട് വിചാരിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല. വ്യാഴം 7-ൽ നിൽക്കുന്നത്, 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ വാക്സാമർത്ഥ്യം, ബുദ്ധിസാമർത്ഥ്യം, കാര്യസിദ്ധി, ധനലാഭം, ഇങ്ങനെ മാർഗസ്ഥാനത്തും കളത്രസ്ഥാനത്തും ഒക്കെ വ്യാഴം വരുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. 5ാം ഭാവാധിപനായ വ്യാഴമാണ് 7-ൽ നിൽക്കുന്നത്. അപ്പോൾ 5ാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ 5ാം ഭാവം കൊണ്ട് മനസ്സിൻ്റെ സന്തോഷം, അതുപോലെ സന്താനങ്ങളുടെ കാര്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരു ഭാവമാണ്. അപ്പോൾ അങ്ങനെ 5ാം ഭാവാധിപന് 7ാം ഭാവത്തിൽ നിൽക്കുക, അത് വ്യാഴമായിട്ട് നിൽക്കുക. അതുപോലെ തന്നെ 7ാം ഭാവം ശുക്രൻ്റെ രാശിയാണ്, ഇടവൻ രാശിയാണ്. ആ ശുക്രൻ ഏത് ഭാവത്തിൽ വന്നാലും, അതായത് വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 12ാം ഭാവത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്നത് പോലും ആ ശുക്രൻ നല്ല ഫലത്തെ ചെയ്യുന്ന ഒരു സ്ഥാനത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസം, സന്താനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അവർക്ക് ടെസ്റ്റോ ഇൻ്റർവ്യൂ വല്ലതും ഉണ്ടെങ്കിൽ അത്, അതുപോലെ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉപരിവിദ്യാഭ്യാസത്തിന് ശ്രമിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ മെച്ചം. അതുപോലെ ഏതെങ്കിലും പരീക്ഷകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സമയത്ത് അതിൻ്റെയൊക്കെ നല്ല റിസൾട്ട് കിട്ടാനും, അതുപോലെ വിദേശത്ത് പഠിക്കാനോ ദൂരെ എവിടെയെങ്കിലുമൊക്കെ ജോലിക്കോ ഒക്കെ ശ്രമിക്കുന്നവർക്കുമൊക്കെ അത്തരത്തിലുള്ള മെച്ചമുണ്ട്. അതുപോലെ അങ്ങനെയൊക്കെ കഴിയുന്നവർക്ക്, അതായത് 11ാം ഭാവം, അങ്ങനെയൊക്കെ കുട്ടികളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും മക്കൾ വിദേശത്തോ അല്ലെങ്കിൽ അന്യദേശത്തോ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നുള്ള ധനലാഭവും നമുക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഏത് തരത്തിലായാലും 11ാം ഭാവത്തിലെ ബുധൻ വളരെ നല്ല ഫലം ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ശുക്രൻ വസ്ത്രലാഭം, ശയനസുഖം, നേരത്തെ പറഞ്ഞതുപോലെ 12ാം ഭാവമാണ് എന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, വളരെ നല്ല ഫലങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഭാവമാണ് ശുക്രൻ 12-ൽ വരുന്നത്. പിന്നെ 4-ലെ ശനി, അത് കണ്ടകശനിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും 4ാം ഭാവം എന്ന് പറയുമ്പോൾ വീട്, വാഹനം, മാതാവ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വീട്ടിൽ ചില മനപ്രയാസങ്ങളൊക്കെ വരാം. ആരോഗ്യം, മാതാവിനെ സംബന്ധിച്ചിടത്തോളം ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം. അതുപോലെ വാഹന സംബന്ധമായിട്ട് ചില വിഷമതകളൊക്കെ വരാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ ഈ വൃശ്ചിക രാശിക്കാർക്ക് പൊതുവെ നല്ല ഒരു വാരമാണ് എന്ന് നമുക്ക് കാണാൻ. ധനു രാശിയിലേക്ക് പോകുമ്പോൾ, ധനു രാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്തരാടത്തിൻ്റെ 1ാം പാദം, അതാണല്ലോ ധനുരാശി. കർമ്മസ്ഥാനത്താണ് സൂര്യൻ നിൽക്കുന്നത്. അതും വളരെ നല്ല ഒരു ഭാവമാണ്. കാരണം 10-ൽ നിന്നാലും 11-ൽ നിന്നാലും സൂര്യൻ നല്ല ഫലം ചെയ്യും. അപ്പോൾ തൊഴിൽപരമായ അഭിവൃദ്ധി, അതായത് 10ാം ഭാവം എന്ന് പറഞ്ഞാൽ കർമ്മസ്ഥാനമാണ്. നമ്മൾ ഏത് ജോലിയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് എങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായാലും
അതിന് ഉന്നതിയെ പ്രാപിക്കാം. മോശമായിരിക്കുന്ന തൊഴിലുകളൊക്കെ ആണെങ്കിൽ അതൊന്ന് മാറ്റി ചിന്തിക്കാനും മറ്റേതെങ്കിലും തൊഴിലിലേക്ക് ശ്രമിക്കാനും, ഇപ്പോൾ കച്ചവടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നവർ, അത് മോശമായിട്ടിരുന്നവർ നമുക്കൊന്ന് മാറി ചിന്തിക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു അവസരമാണ്. എന്തായാലും കർമ്മരംഗം പ്രവൃത്തി തലത്തിൽ അത് വിജയത്തിലെത്തുന്ന ഒരാഴ്ചയാണ് ഈ ആഴ്ച. അഭിവൃദ്ധിയും ധനലാഭവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന ഒരാഴ്ചയാണിത്. ധനുരാശി എന്ന് പറയുമ്പോൾ ധനുരാശിയുടെ അധിപൻ വ്യാഴമാണ്. ആ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും, കാരണം ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴം കന്നിരാശിയിലേക്ക് 5-ാം ഭാവത്തിന് ദൃഷ്ടി വരും. അപ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കന്നിരാശി എന്ന് പറഞ്ഞാൽ 10-ാം ഭാവം. അതുപോലെ തന്നെ വ്യാഴം അംശകത്തിൽ വരുന്നതും 10-ാം ഭാവത്തിൽ കന്നിരാശിയിലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യവും അതുപോലെ തന്നെ സൂര്യൻ്റെ ഒരു ആനുകൂല്യവും ലഭിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഒരു നല്ല കർമ്മരംഗത്തും തൊഴിൽപരമായിട്ടുമൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാര്യമായിട്ടും സർക്കാർ സംബന്ധമായിട്ടൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. എന്തെങ്കിലുമൊക്കെ പ്രമോഷനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട്. അതുപോലെ ടെസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ചില ശുഭസൂചന ഒക്കെ ലഭിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ്. ബുധനും സൂര്യനും തമ്മിൽ യോഗം ചെയ്യുക എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം മൂലമുള്ള ഉയർച്ച, അതുപോലെ തൊഴിൽ സാധ്യതയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 4-ൽ രാഹു നിൽക്കുന്നതാണ് ചില വിഷമസ്ഥിതിയൊക്കെ ഉണ്ടാക്കുന്നത്. കാരണം 4-ാം ഭാവത്തിൽ മീനത്തിൽ രാഹു നിൽപ്പുണ്ട്. അപ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവം എന്ന് പറയുമ്പോൾ വീട്, വാഹനം, മാതാവ്, അമ്മയുടെ ബന്ധുക്കാരെ, അവർ ഇങ്ങനെയൊക്കെയുള്ള വീട്ടുകാരെല്ലാവരും 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കും. അപ്പോൾ യാത്ര കൊണ്ട് ഗുണമുണ്ടാകുന്നില്ല. അല്ലെങ്കിൽ മാതാവിനും മാതൃ കുടുംബത്തിലുള്ളവർക്കും അമ്മാവന്മാരെ അങ്ങനെയൊക്കെയുള്ള ബന്ധുക്കാർക്ക് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു അകൽച്ചയോ ഒരു നീരസവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങൾ വരാം. ഏതെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുള്ള അമ്മയാണെങ്കിൽ, മാതാവോ അല്ലെങ്കിൽ മാതൃസ്ഥാനത്തുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ ആഴ്ച അത്ര മെച്ചമൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ 4-ലും 7-ലും ഒക്കെ ഈ പറയുന്ന രാഹു നിൽക്കുന്നവർ ഈ കന്നിമാസത്തിലെ ആയില്യത്തിന് വെട്ടിക്കൊട്ടോ മണ്ണാർശാലയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലോ എവിടെയാണോ ആയില്യം പൂജ സർപ്പബലിയൊക്കെ നടക്കുന്നത് അവിടെ 100 പാലും ഒക്കെ കഴിക്കുക, ആരാധന നടത്തിയൊക്കെ ചെയ്യുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, രാഹുവിനെ സംബന്ധിച്ച് മറ്റുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം, അലർജി വരാം. അത് സ്കിൻ അലർജി, അതുപോലെ മറ്റെന്തെങ്കിലും. മീനൻ രാശിയാണ്. മീനൻ രാശി എന്ന് പറയുമ്പോൾ പാദത്തെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പാദത്തിൽ ചൊറിഞ്ഞു പൊട്ടുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, അലർജി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരിക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ വേദന, വാദസംബന്ധമായ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ വരാനുള്ള സാധ്യതയും ഉണ്ട്. 7-ാം ഭാവത്തിലെ ചൊവ്വ, ഇപ്പം മിഥുനൻ രാശിയിലാണല്ലോ ചൊവ്വ നിൽക്കുന്നത്. അപ്പം മിഥുനൻ രാശി ചൊവ്വ നിൽക്കുമ്പോൾ ധനുരാശിക്കാർക്ക് 7-ലാണ് ചൊവ്വ. അപ്പോൾ 7-ാം ഭാവത്തിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ മാർഗസ്ഥാനമാണ്. അപ്പോൾ എന്താണ് വീട്ടിലൊരു വഴക്കിന് കാരണമാകുന്നതെന്ന് ചോദിച്ചാൽ എന്തും കാരണമാകാം. കാരണം മാർഗസ്ഥാനമാണ്, കളത്രസ്ഥാനമാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും ചിലപ്പോൾ ഒരു ഫൈറ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അതായത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർക്കുക, പോരാടുക, തർക്കിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ചൊവ്വയ്ക്ക് വരുന്നത്. അപ്പോൾ അതിന് അത്ര നല്ല കാര്യമല്ലല്ലോ. പിന്നെ 7-ാം ഭാവം എന്ന് പറയുമ്പോൾ യാത്രയെ സൂചിപ്പിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടത്തണമെങ്കിൽ നമുക്ക് പല യാത്രകളും ചെയ്യേണ്ടി വരും, പലരെയും കാണേണ്ടി വരും, പലയിടത്തും പോകേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്ന എല്ലായിടവും സ്വാഭാവികമായുള്ള കാര്യം. ഇതൊക്കെ പറയുന്നതിനാണെന്ന് ചോദിച്ചാൽ അതൊന്നും വലിയ രൂക്ഷമാകാതെ നമ്മൾ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങളില്ലാതിരിക്കും. അതിനുവേണ്ടി പറയുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം തന്നെ, വ്യാഴം 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചൊവ്വയുടെ കാര്യം, ചൊവ്വ 7-ൽ നിൽക്കുമ്പോൾ ഗുണമല്ല. അതുപോലെ തന്നെ വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുന്നതും നല്ലതല്ല. 6-ാം ഭാവം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പറയുന്നത് ഈശ്വരാധീനമില്ല, അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും കാര്യം നോക്കാനൊക്കെ പോകാമെന്ന് വരി പറയും, ഈശ്വരാധീനം പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ ചിലർ പറയാം. അപ്പോൾ എന്ന് പറയുമ്പോൾ സമയം മെച്ചമല്ല, വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഈ സമയത്തുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഭാഗത്തു നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും തെറ്റുകളൊന്നും ഉണ്ടാകാതിരിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വളരെയേറെ കുറയുന്നു എന്നുള്ളതാണ്. നമുക്ക് തന്നെ അതൊക്കെ മുൻകൂട്ടി അറിഞ്ഞ് സോൾവ് ചെയ്യാവുന്ന കാര്യങ്ങൾ സോൾവ് ചെയ്യുക. ശനി 3-ാം ഭാവത്തിൽ, ഈ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി എന്ന് പറയുമ്പോൾ അത് യാതൊരു പ്രശ്നങ്ങളും ഉള്ളതല്ല. കാരണം 3, 6, 11 ഭാവഗ്രഹങ്ങൾ നല്ല ഫലം ചെയ്യും. പ്രത്യേകിച്ച് മൂലക്ഷേത്രത്തിലാണ് കുംഭൻ രാശി നിൽക്കുന്ന ശനി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3-ാം ഭാവം എന്ന് പറയുമ്പോൾ പരിസരവാസികൾ, അയൽവക്കത്തുള്ളവർ, അതുപോലെ പിന്നെ സഹോദരങ്ങൾ, തൊട്ടടുത്ത് താമസിക്കുന്ന എങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടോ അവരൊക്കെ, അത് ചിലപ്പോൾ
ജോലിക്കാരാണെങ്കിൽ അങ്ങനെ, ഭൃത്യന്മാരാണെങ്കിൽ അങ്ങനെ. അപ്പം 3-ൽ ശനി നിൽക്കുമ്പോൾ ശനി ഭൃത്യജനങ്ങളെ സൂചിപ്പിക്കും, അതുപോലെ തന്നെ തൊട്ടടുത്ത് അയൽവാസികളായിട്ടുള്ളവരെ സൂചിപ്പിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുടെയൊക്കെ സഹായങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. പിന്നെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, മേടൻ രാശിയിലാണ് ഈ ശനി അംശം ചെയ്യുന്നത്. മേടൻ രാശി എന്ന് പറയുമ്പോൾ ശനിയെ സംബന്ധിച്ച നീചരാശി. ശനി മേടൻ രാശിയിൽ അംശം ചെയ്ത് നിൽക്കും. അപ്പം മേടൻ രാശി എന്ന് പറയുമ്പോൾ ശനിയെ സംബന്ധിച്ചിടത്തോളം മേടൻ നീചരാശിയാണ്. ശനിയുടെ നീചരാശി ആയതുകൊണ്ട് തന്നെ അത് 5-ാം ഭാവമായിട്ട് വരും ധനുരാശിക്കാർക്ക്. 5-ാം ഭാവം എന്ന് പറയുന്നത് മനസ്സാണ്, അതുപോലെ തന്നെ കുട്ടികളുമാണ്. അപ്പോൾ അവരുടെ കാര്യത്തിലൊക്കെ ചില വിഷമതകളൊക്കെ ഉണ്ടാകാം, മനസ്സുകൊണ്ട് ചില പ്രയാസങ്ങളുണ്ടാകാം. കുട്ടികളെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അവർ വിചാരിച്ച പോലെ ഒന്നും രക്ഷപ്പെടുന്നില്ല, അല്ലെങ്കിൽ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയൊക്കെയുള്ള മനപ്രയാസങ്ങളും നമുക്ക് വരാം. 7-ാം ഭാവത്തിലെ ചൊവ്വ നിൽക്കുമ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ, പല കാര്യങ്ങൾക്ക് വേണ്ടിയും ശ്രമിക്കുമ്പോൾ ആ ശ്രമമൊന്നും കാര്യമായി ഗുണം ചെയ്യാതെ പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിച്ചാൽ ചില ഗുണങ്ങളും ചില ദോഷങ്ങളും ഈ ധനുരാശിക്കാർക്കും ഈ ആഴ്ചയിൽ. മകരൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ, മകരൻ രാശി എന്ന് പറയുമ്പം ഉത്തരാടത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം, ഇതാണല്ലോ മകരൻ രാശി. മകരൻ രാശിക്കാർക്ക് 9-ലാണ് സൂര്യൻ നിൽക്കുന്നത്. 9-ാം ഭാവം എന്ന് പറയുമ്പോൾ പിതൃസ്ഥാനമാണ്. അപ്പോൾ പിതാവ്, പിതൃതുല്യരായ ആൾക്കാരെ, ഗുരുജനങ്ങളെ, ഇങ്ങനെയൊക്കെയുള്ളവർക്കൊന്നും നല്ല സമയം അല്ല. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനം കൂടിയാണ്. ഭാഗ്യസ്ഥാനത്ത് സൂര്യൻ വന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അത്ര നല്ല ഭാഗ്യമുള്ള ഒരാഴ്ചയൊന്നും അല്ല എന്ന് വേണമെങ്കിൽ പറയാം. 27-ാം തീയതി വരെ 3-ാം ഭാവത്തിൽ സൂര്യൻ അംശകം ചെയ്ത് നിൽക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് 3-ാം ഭാവത്തിൽ വരുന്ന ആ അംശസ്ഥിതിയിൽ 27-ാം തീയതി വരെ സൂര്യൻ ദോഷമൊന്നും ചെയ്യില്ല, കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. അതുപോലെ ചൊവ്വ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കാരണം മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ 6-ാം ഭാവത്തിൽ വരും. പാവഗ്രഹങ്ങൾക്ക് 3, 6 നല്ല ഭാവം ആയതുകൊണ്ട് ആരോഗ്യ സംബന്ധമായിട്ട് വളരെ മെച്ചപ്പെട്ട സമയമായിരിക്കും. അതുപോലെ 6-ാം ഭാവം ശത്രുസ്ഥാനമാണ്. അപ്പോൾ ശത്രുക്കളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം വരാം. അതുപോലെ പാരിതോഷികങ്ങളോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബഹുമതികളോ ഒക്കെ ലഭിക്കും. അതുപോലെ തന്നെ ധൈര്യം, വീര്യം, പരാക്രമം, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യവും ഈ ആവേശം, ഇതൊക്കെ ചൊവ്വയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചിലരുമായിട്ടുള്ള വാശിപ്പുറത്തും അതുപോലെ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഒരു വാശിയും ശത്രുക്കളോടൊരു വൈരാഗ്യവും ഒരു പോരാട്ടവും ഒക്കെ നടത്തിയാൽ കൊള്ളാം എന്നൊക്കെ ഉള്ള ഒരു തോന്നലൊക്കെ വരാം. 6-ാം ഭാവം എന്ന് പറയുമ്പോൾ 3-ാം ഭാവം ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും 6-ാം ഭാവം കുറച്ചുകൂടി അകലെയുള്ളവരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് അകന്ന് നിൽക്കുന്നവരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ ചില അകൽച്ചയും ചില ഭിന്നതയും ഒക്കെ വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. 3-ാം ഭാവത്തിൽ ചൊവ്വ അംശകം ചെയ്ത് നിൽക്കുന്നത് പല കാര്യത്തിലും നല്ലതാണെങ്കിലും 3-ാം ഭാവം സഹോദരസ്ഥാനമായതുകൊണ്ട് 3-ാം ഭാവത്തിലെ ചൊവ്വ സഹോദരങ്ങളുമായിട്ട് അത്ര ഒരു നല്ല ഒരു കണക്ഷൻ അല്ലെങ്കിൽ ബന്ധം പറയുന്നില്ല. അവർക്ക് അത്ര നല്ല ആഴ്ചയെന്ന് പറയാനും പറ്റത്തില്ല. 9-ലെ ബുധനും അത്ര മെച്ചമല്ല. കാരണം ആരോഗ്യ സംബന്ധമായിട്ട് ചില വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ 9-ലെ ബുധൻ. നമ്മുടെ ബുദ്ധിമോശം കൊണ്ടോ നമ്മുടെ വിവരക്കേട് കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ കാര്യമായത്തെ സംബന്ധിച്ച് വേണ്ടത്ര അറിവ് ലഭിക്കാത്തത് കൊണ്ടോ ഉണ്ടാകുന്ന ചില വിഷമതകളൊക്കെ വരാം. ചില പ്രയാസങ്ങളും ചില തെറ്റുകുറ്റങ്ങളും ഒക്കെ സംഭവിക്കും. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ബുധൻ നാഡീവ്യവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രഷറുള്ളവർക്ക്, അതുപോലെ തലകറക്കം, നാഡി സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുള്ളവർ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കും. നമുക്ക് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞാൽ കുറേയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ കേൾക്കുന്നവർക്കെല്ലാം ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ ഉണ്ടാകത്തില്ല. ജാതകത്തിൽ ഈ പറയുന്ന ഗ്രഹങ്ങളൊക്കെ മോശാവസ്ഥയിലാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം മകരൻ രാശിയെ സംബന്ധിച്ച് പറയുമ്പം 12-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് വ്യാഴം. ആ വ്യാഴം 5-ാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം, താമസം, യാത്ര, അതുപോലെ തന്നെ കുടുംബത്തിലെ വൃദ്ധജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, മറ്റ് ചികിത്സാ സംബന്ധമായ വിഷയങ്ങൾ, അവരെ സംരക്ഷിക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ ചിലവ് ഉണ്ടാകാം എന്നുള്ളതാണ്. കാരണം 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. സന്താനങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്ന, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ, നമ്മുടെ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് 5-ാം ഭാവം എന്ന് പറയുന്നത്. അത് 12-ാം ഭാവാധിപനായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരെ സംബന്ധിച്ചുള്ള ചിലവിന് സൂചിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. വരവിൽ
വരവും ചിലവും നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ ഈ ആഴ്ച വരവിനേക്കാൾ കൂടുതൽ ചിലവായിരിക്കും. അതാണ് ഒരു പ്രത്യേകത. പിന്നെ രണ്ടാം ഭാവത്തിലാണ് ശനി. ഈ രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുക എന്ന് പറയുമ്പോൾ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ വാക്ക്, ധനം, കുടുംബം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഈ രണ്ടാം ഭാവം കൊണ്ട് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 2-ലെ ശനി എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവുകൾ വരാം. അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. ബന്ധുക്കളായിട്ടുള്ളവരുടെ ഏതെങ്കിലുമൊക്കെ ചില വിഷയങ്ങൾ വരാം. അങ്ങനെയുള്ളവരുമായിട്ട് ആ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ ചില ബന്ധങ്ങളും ചില സഹകരണവും ചില ആവശ്യങ്ങളും ഒക്കെ വരുമ്പോൾ അതിനുവേണ്ടിയൊക്കെ തന്നെ ചിലവ് വരാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന. വരുമാനം പൊതുവെ ഈ ആഴ്ച കുറവായിരിക്കും. അതിനേക്കാൾ കൂടുതലായിട്ട് ചിലവുണ്ടാകും. പിന്നെ 3-ാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത്. അത് വലിയ കുഴപ്പമൊന്നുമുള്ള ഒരു ഭാവമല്ല 3-ലെ രാഹു. പക്ഷേ 3-ാം ഭാവം സഹോദരകാരകത്വം ഉള്ളതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് അത്ര നല്ല സമയമായിരിക്കണമെന്നില്ല. കുംഭൻ രാശിയിലേക്ക് പോകുമ്പോൾ, കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങൾ, ചതയം, പൂരിട്ടാതി 1, 2, 3 പാദങ്ങളാണ് ഈ കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുന്നത്. കുംഭൻ രാശിക്ക് അഷ്ടമത്തിലാണ് സൂര്യൻ. അഷ്ടമം ആരോഗ്യരംഗമാണ്, അതുപോലെ തന്നെ ആയുർസ്ഥാനമാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ദീർഘമംഗല്യവും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒന്നിച്ചുള്ള ജീവിതവും ബെഡ്റൂമിലെ അവസ്ഥയും ഒക്കെ അതിനെ സൂചിപ്പിക്കും. അപ്പോൾ അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആരോഗ്യ സംബന്ധമായിട്ട് ചില വിഷയങ്ങളൊക്കെ വരാം. ഇനി അത് സർക്കാരിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ സർക്കാർ സംബന്ധമായി ജോലി ചെയ്യുന്നവർക്കും മേലധികാരികളിൽ ശാസനയോ സ്ഥലം മാറ്റമോ സസ്പെൻഷനോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കയ്യബദ്ധമോ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളോ ഒക്കെ സംഭവിച്ചുകൂടാ എന്നൊന്നുമില്ല. ഇത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. അഷ്ടമത്തിലെ വ്യാഴം കുംഭൻ രാശിക്കൂറുകാർക്ക് കന്നി രാശിയിലാണ് വ്യാഴം അംശം ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നതും അത്ര മെച്ചമൊന്നുമല്ല. കാരണം ചില ബന്ധനവും മാർഗസഞ്ചാരവും ക്ലേശവും അങ്ങനെയൊക്കെ ഒരു സൂചന തരും. അതുപോലെ തന്നെയാണ് അഷ്ടമത്തിലെ ബുധൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോഴും അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, എങ്കിലും അത്ര മെച്ചവും വരാനുള്ള സാധ്യതയില്ല. അതുപോലെ ചൊവ്വായ 5-ാം ഭാവത്തിൽ വരുന്നത് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനൻ രാശിയിൽ നിൽക്കുന്ന 5-ാം ഭാവത്തിൽ ചൊവ്വ സന്താനങ്ങളുടെ കാര്യത്തിൽ 5-ാം ഭാവം മനസ്സാണ്, അതുപോലെ തന്നെ സന്താനങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ പോരാട്ടത്തെ സൂചിപ്പിക്കുന്നു. പറഞ്ഞാൽ കേൾക്കത്തില്ല, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അനുസരണ കാണും. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും, കുട്ടികൾ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ അതുമൂലമുള്ള ചില പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ ചില പ്രയാസത്തിനും ചില ദുരിതത്തിനുമൊക്കെ കാരണമായിട്ട് വരാം. വ്യാഴം 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അഷ്ടമത്തിൽ അംശകം ചെയ്യുന്നെങ്കിലും ഇടവൻ രാശി എന്ന് പറയുന്നത് കുംഭൻ രാശിക്കാർക്ക് കുംഭം, മീനം, മേടം, ഇടവൻ 4-ാം ഭാവം. 4-ാം ഭാവത്തിലെ വ്യാഴം സാധാരണഗതിയിൽ ഗോചരത്തിൽ 4-ാം ഭാവത്തിലെ വ്യാഴം അത്ര മെച്ചമൊന്നുമല്ല. അത് സാധാരണഗതിയിലെന്ന് പറഞ്ഞാൽ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു സുഖക്കുറവ്, വീട്ടിലുള്ളവരുമായിട്ടൊക്കെ ഒരു ചെറിയൊരു സൗന്ദര്യപ്പിണക്കമോ ഒരു അകൽച്ചയോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉള്ള എന്തൊക്കെയോ ചില വൈഷമ്യങ്ങളോ, അതുപോലെ വീട് പണിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നീണ്ടുപോകാനും വിചാരിച്ചതുപോലെ വ്യാഴമാണ്. അപ്പോൾ ഇപ്പം തീരും, അല്ലെ ഓണത്തിന് പാല് കാച്ചാം, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ അതൊന്നും സാധിച്ചാണ്. അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ വരാം. മുന്നോട്ട് പോകുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. അതുപോലെ വാഹനത്തെ സൂചിപ്പിക്കുന്ന കാര്യം 4-ാം ഭാവം കൊണ്ടുവരും. അപ്പോൾ വാഹന സംബന്ധമായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ഗുണം ലഭിക്കും. അതുപോലെ വ്യാഴം 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ മാതൃസ്ഥാനം കൂടാം. അപ്പം 4-ൽ വ്യാഴം നിൽക്കുക എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അതുപോലെ തന്നെ സഹായവും നമുക്ക് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്നവരാണ്. അപ്പം നല്ല രീതിയിൽ നമ്മളെ കെയർ ചെയ്തുകൊണ്ടിരുന്ന അമ്മയ്ക്ക് ഇപ്പോൾ മാനസികമായിട്ട് ഒരു ചെറിയൊരു നീരസമൊക്കെ വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്ന ഒരു സൂചനയാണ് ഈ 4-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ 2-ാം ഭാവത്തിൽ രാശിയിലാണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ 2-ാം ഭാവം എന്ന് പറയുമ്പം ഈ അകൽച്ചയ്ക്കും ഈ നീരസത്തിനും ബന്ധുക്കാരുമായിട്ടൊക്കെയുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞത് 2-ാം ഭാവം വാക്കാണ്. അവിടെ രാഹു നിൽക്കുക എന്ന് പറയുമ്പം രാഹു കുത്തി പറയുക, കുറ്റം പറയുക, അല്ലെങ്കിൽ പാര വയ്ക്കുക, ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ ഗ്രാമ്യ ഭാഷയിൽ പറയാം. കാരണം 2-ാം ഭാവം വാക്കാണ്. ആ വാക്ക് സംസാര രീതിയാണ്. ആ സംസാര രീതി പലപ്പോഴും അത് പലർക്കും ഇഷ്ടപ്പെടാതെയും അതുപോലെ തന്നെ പലർക്കും അത് ഉൾക്കൊള്ളാനും പറ്റാത്ത ഒരു സാഹചര്യം വരാം. അതുപോലെ 2-ാം ഭാവം എന്ന് പറഞ്ഞാൽ ധനപരമായ കാര്യം.
സാമ്പത്തികമായ പ്രശ്നം എല്ലാവർക്കും ഉണ്ടാകും, അതുണ്ടാകാത്തവരാരുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചില അവസരങ്ങളിൽ നമുക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ വരുമ്പോൾ നമ്മളതൊക്കെ പിന്നെ ഒന്ന് ക്ഷമിച്ചും സഹിച്ചുമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ കുടുംബവും 2-ാം ഭാവം. അപ്പോൾ കുടുംബത്തിലുള്ള എല്ലാവരും ഒരേ സ്വഭാവക്കാരായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പല സ്വഭാവക്കാരും പല രീതിയിലൊക്കെ ജീവിക്കുന്നവരും പല തരക്കാരും അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് യോജിച്ച് പോകുക എന്ന് പറയുന്നത് അതൊക്കെ നമ്മുടെ ഒരു കഴിവാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ 2-ാം ഭാവത്തിലെ രാഹു ചില അസ്വസ്ഥതകളും വിഷമതകളും ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. അതിന് സ്വാഭാവികമായിട്ടും നിങ്ങളെ ശ്രദ്ധിക്കുകയും വേണം. അതുപോലെ തന്നെ ഈ കന്നിമാസത്തിലെ ആയില്യത്തിൽ ഏതെങ്കിലും സർപ്പക്ഷേത്രങ്ങളിൽ 100 പാലം നടത്തുന്നവരും ആയില്യം പൂജ നടത്തുന്ന അങ്ങനെയൊക്കെയുള്ള കുടുംബപരമായിട്ടോ അല്ലാതെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോയി തൊഴുവോ. ഒരു 100 പാലം കഴിക്കാൻ സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ, അതിന് വലിയ ചിലവൊന്നുമില്ല എങ്കിലും അതൊക്കെ ചെയ്യും, ഒന്ന് പ്രാർത്ഥിക്കുകയും തൊഴുകയൊക്കെ ചെയ്യുന്നത്. ഈ രാഹുവിൻ്റെ പ്രശ്നത്തിന് ഒരു ചെറിയൊരു വിഷയമൊക്കെ വരും. അതുപോലെ ഈ 2-ാം ഭാവത്തിലെ രാഹു എന്ന് പറഞ്ഞാൽ അലർജി സംബന്ധമായ വിഷയങ്ങളൊക്കെ പൊതുവേ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിഹാരവുമാകും. ശനിയെ സംബന്ധിച്ച് പറയുമ്പം ജന്മരാശിയിലാണല്ലോ ശനി. അപ്പം ജന്മരാശിയിൽ ശനി നിൽക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ കുംഭം മീനം മേടം 3-ാം ഭാവത്തിൽ ശനി നീചരാശിയിലാണ് അംശം ചെയ്യുന്നതെങ്കിലും ആ 3-ാം ഭാവം കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ട് അത്ര നല്ല ബന്ധമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കുറയും. അപ്പോൾ ഈ കണ്ടകശനിയും ഏഴരാണ്ട ശനിയും ഇതെല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ശനി കാലഘട്ടത്തിൽ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള അനാവശ്യ ചിലവുകളും അതുപോലെ ബുദ്ധിമോശമായ കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ വരാം. അതൊക്കെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമൊക്കെ മുന്നോട്ട് പോകണം. മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ മീനൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മീനൻ രാശി എന്ന് പറയുമ്പോൾ പൂരിട്ടാതിയുടെ 4-ാം പാദം ഉത്തരട്ടാതി രേവതി. അപ്പോൾ 7-ാം ഭാവത്തിലാണ് സൂര്യൻ വരുന്നത്. സഞ്ചാരക്ലേശം, യാത്ര കൊണ്ട് പ്രയോജനമൊന്നുമില്ലാത്ത ഒരു സാഹചര്യം, മാർഗതടസ്സം. അതുപോലെ തന്നെ 7-ാം ഭാവം പാർട്ട്ണറാണ്. അപ്പോൾ പങ്കാളിയുമായിട്ടൊരു ഭിന്നത. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ 7-ാം ഭാവം കന്നിരാശി, ചിങ്ങം കന്നി എന്നൊക്കെ പറയുന്ന ഉദരത്തെ സംബന്ധിക്കുന്ന കാര്യം കൂടെ. അപ്പോൾ ഉദരവ്യാധികൾ, രാഹുവിൻ്റെ ഒരു ബന്ധങ്ങളുള്ളതുകൊണ്ട് കുടലിനെ സംബന്ധിക്കുന്ന അൾസറോ അലർജിയോ അങ്ങനെയൊക്കെയുള്ള ആസിഡിറ്റി വരാം, മറ്റെന്തെങ്കിലും വിഷയങ്ങളൊക്കെ വരാം. അപ്പോൾ അങ്ങനെ അതാണ് ഈ ഉദരവ്യാധി. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ജന്മരാശിയിലെ രാഹു ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടാകും. അതും സ്വാഭാവികമായിട്ട് പറയുമ്പോൾ ജന്മരാശി എന്ന് പറഞ്ഞാൽ ശരീരം, അപ്പോൾ അലർജി സംബന്ധമായ കാര്യങ്ങൾ വരാം. അതുപോലെ സ്കിൻ അലർജി, പിന്നെ പല വിഷയങ്ങളും ഉണ്ട് എന്നുള്ള വിഷസംബന്ധമായിട്ടും അത് ഭക്ഷ്യവിഷയമായാലും അല്ലാത്തതായാലും പല കാര്യങ്ങൾ. അതുപോലെ 4-ൽ ചൊവ്വ വരുന്നത്, അതും ഈ ചൂടിനെ സംബന്ധിക്കുന്ന അഗ്നിയും ചൂടിനെയൊക്കെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ 7-ാം ഭാവത്തിൽ വ്യാഴം അംശകം ചെയ്ത് നിൽക്കുന്നത് ഒരു നല്ല കാര്യമാണ്. കാരണം കന്നി രാശിയിൽ വ്യാഴം അംശകം ചെയ്യുന്നുണ്ട്. 3-ലാണ് മീനൻ രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത്, ഇടവത്ത്. പക്ഷേ 5-ാം ഭാവദൃഷ്ടിയും 5-ാം ഭാവത്തിൻ്റെ അംശകവും കന്നി രാശിയിൽ വരുമ്പോൾ മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് 7-ാം ഭാവമാണ്. അപ്പോൾ 7-ാം ഭാവത്തിൽ അങ്ങനെ വരിക എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പല പ്രശ്നങ്ങൾക്കും ഒരു കാഠിന്യം കുറച്ച് ഒരു ദൈവാധീനം എന്ന് പറയുമ്പോൾ 3-ൽ വ്യാഴം നിൽക്കുന്നവർക്ക് ഒരു ദൈവാധീനവും ഉള്ള കാലമാണ്. പക്ഷേ 5-ൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു ദൃഷ്ടിയും അതുപോലെ അംശകസ്ഥിതിയും വന്ന ഈ ആഴ്ചയിൽ അല്പം ഈശ്വരാധീനം നമുക്ക് പറയാം. അപ്പോൾ അതൊക്കെ ഈ പ്രശ്നങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും അല്പം ഗുണം ചെയ്യാനുമൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകും. 3-ലെ വ്യാഴം എന്ന് പറഞ്ഞാൽ സ്ഥാനഭ്രംശം വരിക, കാര്യതടസ്സം വരിക, പ്രയാസം വരിക, മനോവിഷമം വരിക, സഹോദരങ്ങളുമായിട്ട് കലഹിക്കുക, തൊട്ടടുത്തുള്ളവർ. 3-ാം ഭാവം എന്ന് പറഞ്ഞാൽ പരിസരവാസികളാണ്. അങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ടൊന്നും അത്ര നല്ല ബന്ധമൊന്നുമില്ല, എന്നാൽ വലിയ കുഴപ്പമില്ല, തട്ടിമുട്ടിയൊക്കെ പോകുന്നു. മാനസികമായിട്ട് അങ്ങനെ ഒരു ഇഷ്ടമൊന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊന്നും അല്ല. അതൊക്കെയാണ് ഈ 3-ൽ. അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ 5-ാം ഭാവത്തിലെ വ്യാഴം 5-ൽ ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നത്. 4-ലെ ചൊവ്വ, 4-ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ വീട്, വാഹനം, മാതാവ്, അമ്മാവൻ തുടങ്ങിയവർക്ക് നല്ല ഒരു ഫലം തരില്ല എന്നുള്ളതാണ്. അഭിപ്രായ വ്യത്യാസവും വിരോധവും അകൽച്ചയും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിന് ഒരുപാട് അങ്ങ് നീട്ടുന്നില്ല. കാരണം മാതാവിനും മാതൃ കുടുംബക്കാർക്കും ഒക്കെ തന്നെ ഒരു മോശം വരാം. 4-ാം ഭാവത്തിൻ്റെ ഇതെല്ലാം അതിനകത്ത് വരും. 7-ൽ നിൽക്കുന്ന ബുധനും കലഹസൂചനയാണ് സൂചിപ്പിക്കുന്നത്. കാരണം 7-ാം ഭാവവും ബന്ധുവിരോധത്തെയും കലഹത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അഷ്ടമത്തിലെ സ്വക്ഷേത്രത്തിലുള്ള ശുക്രൻ
അഷ്ടമത്തിലാണെങ്കിലും ശുക്രൻ എല്ലാവിധ സുഖവും നൽകും. അതാണ് 12-ാം ഭാവത്തിലായാലും 8-ാം ഭാവത്തിലായാലും ശുക്രൻ വരുന്നത് സ്വക്ഷേത്രത്തിലാണ് ശുക്രൻ. അതുകൊണ്ട് അത്തരത്തിലുള്ള ശുക്രൻ്റെ ദോഷമൊന്നുമില്ല. ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോഴെന്ന് പറഞ്ഞാൽ സ്ത്രീ സുഖം, ശയനസുഖം, അതുപോലെ ഭൗതിക സുഖ സൗകര്യങ്ങൾ, വീട്ടിൽ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും, അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകൾ, ഇതെല്ലാം ശുക്രൻ നൽകുന്ന. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു കുറവും വരത്തില്ല. പിന്നെ മീനൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 7-2 ശനിയുടെ ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 12-ലാണല്ലോ ശനി നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും 12-ാം ഭാവത്തിൽ പിന്നെ ഇപ്പോൾ വക്രഗതിയും അതുപോലെ തന്നെ മൂലക്ഷേത്രവും അങ്ങനെയൊക്കെ നിൽക്കുന്ന ശനി ആയതുകൊണ്ട് തന്നെ അധിക ചിലവിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഉദ്ദേശിക്കുന്നതിലൊക്കെ ഒരുപാട് ചിലവുകളൊക്കെ വർദ്ധിക്കുന്ന, ചില നഷ്ടങ്ങളും സൂചിപ്പിക്കുന്ന ഒരു ആഴ്ചയാണ് ഇത്. ഈ കാര്യങ്ങളൊക്കെ ദോഷമാണ് പറയുന്നത് എന്നൊരു ആരോപണവും ചില കമൻറ്റുകളും ഒക്കെ വരുന്നുണ്ട്. ദോഷവും ഗുണം മാത്രം അറിഞ്ഞാൽ പോരാ, ദോഷവും കൂടി അറിയുമ്പോൾ ആ സമയത്തെക്കുറിച്ച് നമുക്ക് ബോധം വരികയും അതുപോലെ തന്നെ അത് എങ്ങനെ തരണം ചെയ്യാവുന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.